Exam Package plus 2 Part 32. ഇന്ന് റിഫ്രാക്ഷനും ഒക്കെ ആയിട്ടുള്ള ഒരു ബ്രീഫിങ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുണ്ട്. ചോദ്യം ആൻസർ ചെയ്യുന്നതിന് എൻട്രൻസിനും ഒക്കെ ആവശ്യമാണ്. ഇതിപ്പോൾ ഒരു പ്രിസം മിനിമം ഡീവിയേഷൻ നടന്നിരിക്കുന്ന സന്ദർഭമാണ് വരച്ചിരിക്കുന്നത്. മിനിമം ഡീവിയേഷൻ നടക്കുമ്പോൾ ഐയും ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് എമർജൻസിയും ഈക്വലായിരിക്കും. ഇതിനകത്തെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ R1ഉം R2ഉം ഈക്വലായിരിക്കും. പ്രിസത്തിനകത്തെ ഈ റിഫ്രാക്റ്റഡ് ലൈറ്റ് ബേസിന് പാരലായിരിക്കും. അപ്പം ഈ രണ്ട് ആംഗിളും ഈക്വൽ ആയതുകൊണ്ട് ലൈറ്റ് സിമെട്രിക്കായിട്ടാണ് കടന്നു പോയിരിക്കുന്നത് എന്ന് പറയാം. അപ്പം ലൈറ്റ് സിമെട്രിക്കായിട്ടൊരു പ്രിസത്തിൽ കൂടെ കടന്നു പോകുന്നു എന്ന് ചോദ്യത്തിൽ വല്ലതും കണ്ടാലുടൻ തന്നെ മിനിമം ഡീവിയേഷൻ നടന്നിരിക്കുന്നു എന്ന് മനസ്സിലാക്കി അതിൻ്റെ ഫോർമുല വേണം ഉപയോഗിക്കാൻ. അതുപോലെ പ്രിസത്തിനകത്തെ റിഫ്രാക്റ്റഡ് ലൈറ്റ് ബേസിന് പാരലെന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടനെ അന്നേരം നമ്മൾ മനസ്സിൽ കയറേണ്ടത് മിനിമം ഡീവിയേഷൻ പൊസിഷനാണ് എന്നാണ്. ഡീവിയേഷൻ ഈസ് മിനിമം. അപ്പോൾ മിനിമം ഡീവിയേഷൻ നടക്കുമ്പോൾ ലൈറ്റ് പാസസ് ത്രൂ ദി പ്രിസം സിമെട്രിക്കലി എന്ന് പറഞ്ഞാൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് എമർജൻസും ഈക്വലാണ്. കൈ ഇങ്ങനെ ഒരേ ആംഗിളിൽ തൂക്കിയിട്ടാൽ സിമെട്രിക്കായിട്ട് നിൽക്കുമല്ലോ, സിമെട്രിക്കാന്ന് പറയുന്നത്. അതുപോലെ പിന്നെ രണ്ടാമത്തെ പോയിന്റ് റിഫ്രാക്റ്റഡ് റേ ഇൻസൈഡ് ദി പ്രിസം വിൽ ബി പാരലൽ ടു ബേസ് ഓഫ് ദി പ്രിസം. അടുത്തത് ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് എമർജൻസും ഈക്വൽ ആണെന്ന് പറഞ്ഞു. ആൻഡ് ഈച്ച് വിൽ ബി ഈക്വൽ ടു A+D/2, where A is the angle of the prism and D is the angle of minimum deviation. അതുപോലെ ഇൻസൈഡ് ആംഗിൾ R1 equals R2. Each is equal to A/2. ഇത് വളരെ യൂസ്ഫുള്ളായിട്ട് ഓർത്തിരിക്കേണ്ട സംഗതികളാണ്. പല ചോദ്യങ്ങൾക്കും ഇത് ഇതുപോലെ എഴുതാനും പരീക്ഷയ്ക്ക് ചോദിക്കും. ഓക്കെ, ഇനി അടുത്ത പോയിന്റ്, ഈ നോർമൽ ഇൻസിഡൻസ് എന്ന് എവിടെ കണ്ടാലും ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് 0. ഗ്രേസിങ് ഇൻസിഡൻസ് എന്ന് പറഞ്ഞാൽ അല്ലെ ക്രിട്ടിക്കൽ ഇൻസിഡൻസ് എന്നൊക്കെ പറഞ്ഞാൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 90 ഡിഗ്രി എന്ന അർത്ഥം. ഇപ്പം നോർമൽ ഇൻസിഡൻസ് I = 0. ഗ്രേസിങ് ഇൻസിഡൻസ് എന്ന് പറയുമ്പോൾ I = 90 ഡിഗ്രി അല്ലെ ഗ്ലാൻസിങ് ഇൻസിഡൻസ് എന്നൊക്കെ പറയും. ഇനി ഗ്രേസിങ് ഇൻസിഡൻസ് നടന്നാൽ അപ്പോൾ ഇത് നോർമൽ ഇൻസിഡൻസാണ്. ഈ സർഫസ് ഓഫ് സെപ്പറേഷന് പെർപെൻഡിക്കുലറായിട്ട് വന്ന് വീഴുന്ന ലൈറ്റിനകത്ത്. അപ്പോൾ ഇവിടുത്തെ നോർമലും ഇൻസിഡൻറ്റ് റേയും ഒന്ന് തന്നെയാണ്. അതിനിടയ്ക്കുള്ള ആംഗിൾ ഓഫ് ഇൻസിഡൻസ് I അപ്പോൾ 0. ഗ്രേസിങ് ഇൻസിഡൻസ് എന്ന് പറയുമ്പോൾ ഈ സർഫസിനെ ഇങ്ങനെ നക്കി പോവുക, എന്നിട്ട് ഇറങ്ങിപ്പോവും. അപ്പോൾ ഇവിടുത്തെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 90 ഡിഗ്രി ആയെങ്കിൽ ഈ മീഡിയത്തിലെ ഇൻസൈഡ് ആംഗിൾ, critical angle of this material with reference to this material, critical angle C ആയിരിക്കും. ലൈറ്റ് റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് വരുന്ന ലൈറ്റ് ഇങ്ങനെ ഗ്രേസ് ചെയ്ത് ഇറങ്ങിപ്പോകും. അപ്പോൾ ഇതിന് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ അപ്പോൾ 90 ഡിഗ്രി, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അപ്പോൾ ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് എടുക്കണം. ഇത് വളരെ പ്രധാനപ്പെട്ട പോയിൻ്റാണ്. ആ സിയിൽ കൂടുതലാണ് തിരിച്ചു പോകുന്ന സമയത്ത് സി കൂടുതൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എങ്കിൽ ലൈറ്റ് തിരിച്ച് ആ മീഡിയത്തിലോട്ട് തിരിച്ചു വരുന്ന ഇസ് കോൾഡ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. മറ്റൊരു പോയിൻ്റ്, ഈ ബേസിലേക്ക് ചൂണ്ടി വരുന്ന പാരലൽ ലൈറ്റ്
അല്ലേ? ഇത് ഈ ഫേസിൽ വന്നിടിച്ച് ഇങ്ങനെ റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നു. ഇത് ഈ സർഫസിൽ വന്ന് സ്ട്രൈക്ക് ചെയ്ത് റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നു. ഇത് രണ്ടും പാരലാണ് എങ്കിൽ ഈ റിഫ്ലക്റ്റഡ് ലൈറ്റ് തമ്മിലുള്ള ആംഗിള് ട്വൈസ് ദി ആംഗിൾ ഓഫ് ദി പ്രിസം ആയിരിക്കും. ഇത് എ എങ്കിൽ ഇത് 2A. അപ്പോൾ റിഫ്ലക്റ്റഡ് റേസ് രണ്ട് ഫേസിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്ന റേസ് പരസ്പരം മീറ്റ് ചെയ്യിച്ചാൽ അതിനിടയ്ക്കുണ്ടാകുന്ന ആംഗിൾ എപ്പോഴും ട്വൈസ് ദി ആംഗിൾ ഓഫ് ദി പ്രിസമാണ്. അത് യൂസ്ഫുൾ. ഞാനിതൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഒന്നുകൂടെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇത് സാധാരണ നമ്മൾ റിഫ്രാക്ഷനൊക്കെ വായിക്കുമ്പോൾ ഇങ്ങനെ അതിൽ ഇൻസിഡൻ്റ് വായിക്കുന്നത്. ഇതിനെ ഒബ്ലീക്ക് ഇൻസിഡൻസ് എന്ന് പറയുന്നു, ഇതിനെ നോർമൽ ഇൻസിഡൻസ് എന്ന് പറയുന്നു. ഇനി ഒബ്ലീക്കായിട്ട് ലൈറ്റ് വീഴുമ്പോൾ ഉപയോഗിക്കാനുള്ള ലോയാണ് സ്നെൽസ് ലോ. ഇവിടെ സ്നെൽസ് ലോ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെയുള്ള കേസിൽ സ്നെൽസ് ലോ അപ്ലൈ ചെയ്യില്ല. അതിനുള്ളതല്ല സ്നെൽസ് ലോ. ഒബ്ലീക്കായിട്ട് വീഴുമ്പോൾ അനുസരിക്കുന്ന നിയമമാണിത്. ഇവിടെ അല്ലേ sin 0 by sin 0 എന്ന് വരത്തില്ല. ദാറ്റ് ഈസ് അൺഡിഫൈൻഡ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മ്യൂ എന്ന് കിട്ടണ്ടേ. പക്ഷേ I0 ആണ്, R0 ആണ്. അപ്പോൾ സ്നെൽസ് ലോ എടുക്കാറി അപ്ലൈ ചെയ്താൽ sin 0 by sin 0 ഈക്വൽസ് മ്യൂ എന്ന് വരും. 0 by 0 ഈസ് നോട്ട് ഡിഫൈൻഡ്. അപ്പോൾ നോർമൽ ഇൻസിഡൻസ് പറയുമ്പോൾ ഒരിക്കലും സ്നെൽസ് ലോ പറയില്ല. സ്നെൽസ് ലോ അതിനുണ്ടാക്കിയിട്ടുള്ളതല്ല. ചരിഞ്ഞ് വീഴുന്ന ലൈറ്റിന് വേണ്ടി മാത്രമുള്ളതാണ് സ്നെൽസ് ലോ. ഇപ്പോൾ സൈൻ ഐ ബൈ സൈൻ ആർ ഈക്വൽസ് മ്യൂ ഓഫ് ദി സെക്കൻഡ് മീഡിയം ബൈ മ്യൂ ഓഫ് ദി ഫസ്റ്റ് മീഡിയം. ഇവിടുന്ന് ലൈറ്റ് അങ്ങോട്ടാണ് പോകുന്നെങ്കിൽ ഇതാ മ്യൂ 1, ഇത് മ്യൂ 2. തിരിച്ചാണ് ഞാനിട്ടത്. ഇത് മ്യൂ 1 ഇത് മ്യൂ 2 ആണ്. ഇങ്ങോട്ടല്ലേ ലൈറ്റ് വരുന്നത്. ഇത് മ്യൂ 1 ഇത് മ്യൂ 2. മ്യൂ 1 മ്യൂ 2. അപ്പോൾ ഇവിടെ ഫോർമുല എപ്പോഴും സൈൻ എ ബൈ സൈൻ ആർ ഈക്വൽസ് മ്യൂ 2 ബൈ മ്യൂ 1. ഈ മ്യൂ 2 അല്ല, ഇവിടുത്തെ മ്യൂ സെക്കൻഡ് മീഡിയത്തെ റിഫ്രാക്റ്റഡ് റേ ഏത് മീഡിയത്തിലാണോ ആ മീഡിയത്തിൻ്റെ മ്യൂ ആണ് ഇവിടെ വരണ്ടേ. ഇൻസിഡൻറ്റ് ലൈറ്റ് ഏത് മീഡിയത്തിലാണോ ആ മീഡിയത്തിൻ്റെ മ്യൂ ആണ് ഇവിടെ ഡിനോമിനേറ്ററിൽ വരേണ്ടത്. അപ്പോൾ മ്യൂ 2 ബൈ മ്യൂ 1. ഇനി മ്യൂ 2 ബൈ മ്യൂ 1. മ്യൂ എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ ഫ്രീ സ്പേസ് ഡിവൈഡഡ് ബൈ വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ ദി മീഡിയം. അപ്പോൾ മ്യൂ 2 എന്ന് പറഞ്ഞാൽ C ബൈ V2 ഡിവൈഡഡ് ബൈ മ്യൂ 1 ഈസ് C ബൈ V1. സിയും സിയും ക്യാൻസൽ ചെയ്യുമ്പോൾ V1 ബൈ V2 എന്ന് കിട്ടും. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മ്യൂ 1 ഇൻറ്റു V1 ഈക്വൽസ് മ്യൂ 2 ഇൻറ്റു V2. ഇത് വളരെ പ്രധാനപ്പെട്ട റിസൾട്ടാണ്. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് രണ്ട് മീഡിയത്തിൻ്റെ പരിവോ വെലോസിറ്റി കാണാൻ ചോദിക്കുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞ് ഇത് ടക്കർ അങ്ങ് ഉപയോഗിച്ചാൽ മതി. മ്യൂ 1 V1 ഈക്വൽസ് മ്യൂ 2 V2 ഈക്വൽസ് മ്യൂ 3 V3 ഈക്വൽസ് എക്സെട്ര. ഓർ മ്യൂ ഇൻറ്റു V ഈസ് എ കോൺസ്റ്റൻറ്റ്. മ്യൂ ഇൻറ്റു V ഈസ് എ വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ ദി മീഡിയം ഈസ് എ കോൺസ്റ്റൻറ്റ്. അടുത്തത് ഇനി നമുക്കറിയാം വെലോസിറ്റി ഫ്രീക്വൻസി ഇൻറ്റു വേവ് ലെങ്ത്. സി ലൈറ്റിൻ്റെ സി എന്ന് ലൈറ്റിൻ്റെ സ്പീഡ് സി ഇടുമ്പോഴെല്ലാം മീഡിയം ഫ്രീ സ്പേസ് എന്ന അർത്ഥം. അല്ലാത്ത സന്ദർഭത്തിൽ മറ്റേത് മീഡിയം ആണെങ്കിൽ V എന്ന് ഇടുക. അപ്പോൾ V ഈക്വസ് ന്യൂ ലാംഡ, V1 ഈക്വസ് ന്യൂ ലാംഡ 1, V2 ഈക്വസ് ന്യൂ ലാംഡ 2. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് ലൈറ്റ് കടന്നു പോകുമ്പോൾ പാസ് ചെയ്യുമ്പോൾ ഫ്രീക്വൻസി മാറില്ല, വേവ് ലെങ്തേ മാറും. കാരണം എന്താ, എത്ര വേവ്സ് ഓരോ സെക്കൻഡിലും സർഫസ് ഓഫ് സെപ്പറേഷനിൽ ചെന്ന് സ്ട്രൈക്ക് ചെയ്തോ അത്രയും വേവ്സ് ആ സെക്കൻഡ് മീഡിയത്തിലോട്ട് പോയേ പറ്റൂ പെർ സെക്കൻഡ്. കാരണം പുതുതായിട്ട് വേവ് സൃഷ്ടിക്കപ്പെടുന്നില്ല സർഫസ് ഓഫ് സെപ്പറേഷനിൽ. പുതുതായിട്ട് എനർജി വേവ് നഷ്ടപ്പെടുന്നുമില്ല, പുതുതായിട്ട് ജനറേറ്റഡും ആകുന്നില്ല. അപ്പം നമ്പർ ഓഫ് വേവ്സ് റീച്ചിങ് ദി സർഫസ് ഓഫ് സെപ്പറേഷൻ മസ്റ്റ് ബി ഈക്വൽ ടു നമ്പർ ഓഫ് വേവ്സ് ലീവിങ് ദി സർഫസ് ഓഫ് സെപ്പറേഷൻ. ഇത് ഞാൻ ക്വസ്റ്റ്യൻ ആൻസറായിട്ട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ന്യൂ ഇവിടെ രണ്ട് കേസിലും സെയിമാണ്. എങ്കിൽ ഇവിടുന്ന് നമുക്ക് ഡിവൈഡ് ചെയ്യാമല്ലോ. അപ്പോൾ V1 ബൈ V2 ഈക്വൽസ് V1 ബൈ V2 ഈക്വൽസ് ലാംഡ 1 ബൈ ലാംഡ 2 അല്ലേ.
അപ്പോൾ V1 ലാംഡ 2 ഈക്വൽസ് V2 ലാംഡ. അല്ല, ഇതെടുത്ത് ഫസ്റ്റ് ഇക്വേഷനിലോട്ട് പോകുക. സോറി, ഇതെടുത്തിട്ട് ഇതിലോട്ട് കൊടുക്കുക. അപ്പോൾ µ1 µ1 ഇൻറ്റു V1 ഈസ് ന്യൂ ലാംഡ 1 ഈക്വൽസ് µ2 ഇൻറ്റു V2 ഈസ് ന്യൂ ലാംഡ 2. ന്യൂ വെട്ടിപ്പോവും. പോയിട്ട് µ1 ലാംഡ 1 ഈക്വൽസ് µ2 ലാംഡ 2. ഇതും പ്രധാനപ്പെട്ട റിസൾട്ടാണ്. ഓക്കെ, അടുത്ത പോയിൻ്റ് വീണ്ടും നമ്മൾ µ1 V1 ഈക്വൽസ് µ2 V2 എന്ന് എടുക്കുന്നു. ഇക്വേഷനെ T കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്തേ. അപ്പോൾ µ1 ഇൻറ്റു V1T ഈക്വൽസ് µ2 ഇൻറ്റു V2T. V1T വെലോസിറ്റി ഇൻറ്റു ടൈം എന്ന് പറഞ്ഞാൽ ആ മീഡിയത്തിൽ ലൈറ്റ് സഞ്ചരിച്ച ദൂരമാണ് D1. V2 ഇൻറ്റു T എന്ന് പറഞ്ഞാൽ സെക്കൻഡ് മീഡിയത്തിൽ ലൈറ്റ് ഇതേ സമയം കൊണ്ട് സഞ്ചരിച്ച ദൂരമാണ്. അപ്പോൾ ചുരുക്കത്തിൽ ഇത് µ1 D1 ഈക്വൽസ് µ2 D2. ഇത് ഓർത്തിരിക്കണം. അടുത്ത പോയിൻ്റ്, ഒരു പ്രിസത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മിനിമം ഡീവിയേഷൻ വെച്ച് പഠിച്ചിട്ടുണ്ട്. µ ഈക്വൽ sin A പ്ലസ് D/2 ബൈ sin A/2. എയറിലിരിക്കുമ്പോൾ ആ ഫോർമുല ഓക്കെ. പക്ഷെ മറ്റേതെങ്കിലും മീഡിയത്തിൽ പ്രിസം ഇമേഴ്സ് ചെയ്ത് വെച്ചാൽ, മറ്റൊരു ട്രാൻസ്പാരൻറ്റ് മീഡിയത്തിലോട്ട് പ്രിസം എടുത്ത് മുക്കി വെച്ചാൽ ഫോർമുല ഇങ്ങനെ എഴുതണം: µ ഓഫ് ദി പ്രിസം ഡിവൈഡഡ് ബൈ µ ഓഫ് ദി മീഡിയം. ഏത് മീഡിയത്തിൽ മുക്കി വെച്ചിരിക്കുന്നോ ആ മീഡിയത്തിൻ്റെ µ ഈക്വൽ sin A പ്ലസ് D/2 ബൈ sin A/2. എയർ ആകുമ്പോൾ ഈ ടൈം അങ്ങ് 1 ആകും. അപ്പോൾ µ ഈക്വൽ sin A പ്ലസ് D/2 ബൈ sin A/2 എഴുതാം. വെള്ളത്തിൽ മുക്കി വെക്കുകയാണെങ്കിൽ µ ഓഫ് ദി പ്രിസം, ഗ്ലാസ് പ്രിസം ആണ് 1.5 ഡിവൈഡഡ് ബൈ µ ഓഫ് വാട്ടർ 4/3 അല്ലെ 1.33 ഈക്വൽ sin A പ്ലസ് D/2 ബൈ sin A/2. അത് വെച്ചുകൊണ്ട് വേണം കാൽക്കുലേഷൻസ് ചെയ്യാൻ. അടുത്ത എമൗണ്ട് ഓഫ് ഡിസ്പേർഷൻ. പ്രിസത്തിൽ കൂടെ വൈറ്റ് ലൈറ്റ് കടത്തി വിട്ടാൽ അത് കമ്പോണൻറ്റ് കളേഴ്സായിട്ട് സെപ്പറേറ്റ് ചെയ്യും. അതിൽ ഏതെങ്കിലും രണ്ട് കളേഴ്സിൻ്റെ ഡീവിയേഷൻസ് തമ്മിലുള്ള ഡിഫറൻസ്, അല്ലെ രണ്ട് കളേഴ്സിന് ഇടയ്ക്കുള്ള ആംഗിൾ, അതിന് എമൗണ്ട് ഓഫ് ഡിസ്പേർഷൻ എന്ന് പറയുക. ഇപ്പോൾ വയലറ്റും റെഡും കൂടെ നമ്മൾ കൺസിഡർ ചെയ്താൽ വയലറ്റ് റെഡിൻ്റെ ആ പ്രിസം ഉണ്ടാക്കുന്ന എമൗണ്ട് ഓഫ് ഡിസ്പേർഷൻ തീറ്റ ഈസ് ദി ആംഗിൾ ബിറ്റ്വീൻ വയലറ്റ് ആൻഡ് റെഡ്. അപ്പോൾ ദറ്റ് ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ഡീവിയേഷൻ ഓഫ് വയലറ്റ് ആൻഡ് ഡീവിയേഷൻ ഓഫ് റെഡ്. വയലറ്റിന് ആ ഡീവിയേഷൻ എപ്പോഴും കൂടുതൽ. അപ്പോൾ തീറ്റ ഈക്വൽസ് DV മൈനസ് DR. ഈ പ്രിസത്തിൻ്റെ ബേസിൻ്റെ വിഡ്ത്ത് ഈ വിഡ്ത്ത് കൂടുമ്പോൾ ഈ പ്രിസത്തിനകത്തുകൂടെ ഈ ലൈറ്റിന് സഞ്ചരിക്കേണ്ട ദൂരം കൂടുക. അപ്പോൾ ഡിസ്പേർഷൻ നടക്കുമ്പോൾ കളേഴ്സ് തമ്മിലുള്ള അകലം കൂടി വരും. ആംഗിളിന് മാറ്റമൊന്നുമില്ല, പക്ഷേ ലീനിയർ സെപ്പറേഷൻ ബിറ്റ്വീൻ വയലറ്റ് ആൻഡ് റെഡ് component colors will go on increasing as the base of the prism becomes more and more wider. അത് ഓർത്തിരിക്കുക. ആംഗിൾ ഓഫ് ഡിസ്പേർഷന് വ്യത്യാസമൊന്നുമില്ല, പക്ഷേ കളേഴ്സ് തമ്മിലുള്ള ആക്ച്വൽ സെപ്പറേഷൻ, ലീനിയർ സെപ്പറേഷൻ, അത് ബേസ് വിഡ്ത്ത് കൂടുന്നതിനനുസരിച്ച് കൂടും. അപ്പോൾ വലിയ പ്രിസം ഉപയോഗിക്കുമ്പം കളേഴ്സ് കൂടുതൽ സെപ്പറേറ്റ് ചെയ്ത് കാണാം എന്നർത്ഥം. ഓർത്തിരിക്കണം ഈ പോയിൻ്റ്. അടുത്ത പോയിൻ്റ്, തിൻ പ്രിസം, കനം കുറഞ്ഞ പ്രിസം. ആംഗിൾ ഓഫ് ദി പ്രിസം വളരെ കുറവ്. അതിൻ്റെ കൂടെ ഏതാണ്ട് ഒരു ഫേസിൽ ഏതാണ്ട് നോർമൽ ഇൻസിഡൻസ് നടത്തുന്നു എന്ന് പറഞ്ഞാൽ I0 അടുത്ത്. അങ്ങനെയാണെങ്കിൽ ഡീവിയേഷൻ പ്രൊഡ്യൂസ്ഡ് ബൈ എ തിൻ പ്രിസം D ഈക്വൽസ് µ - 1 × A എന്ന് വേണം
കാണാൻ. ഇതൊരു കോൺസ്റ്റൻ്റാണ്. ഇവിടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസോ ഒന്നും വരുന്നില്ല, ആംഗിൾ ഓഫ് എമർജൻസോ ഒന്നും വരുന്നില്ല. കാരണം ഏതാണ്ട് നോർമലിൽ കൂടെ തന്നെയാണ് ലൈറ്റ് വീഴുന്നത്. നോർമലിനോട് ചേർന്ന് വീഴുന്ന സന്ദർഭം അതിൻ്റെ കൂടെ ചെറുത്. ഇത് ഞാൻ നേരത്തെ പ്രൂവ് ചെയ്തിട്ടുണ്ട്, ഒരു പോസ്റ്റിംഗ് ഞാൻ ഇത് പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചെറിയ ഡീവിയേഷൻ കുറവായിരിക്കും എന്നുള്ളേ ഉള്ളൂ. അതിന് ഈ പ്രിസം ഉപയോഗിച്ചാൽ മതി. ഇവിടെ ഡിഗ്രിയിലിട്ടാൽ ഡിയും ഡിഗ്രി വരും. റേഡിയനിലാണെങ്കിൽ ഡിയും റേഡിയനി വരും. അടുത്ത പോസ്റ്റിങ്ങിൽ ബാക്കി കാണാം. താങ്ക് യു.